ദുബായ് പെട്രോളിയം കമ്പനി അഥവാ DPC തങ്ങളുടെ ഓഫ്ഷോർ സംവിധാനങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് എയ്റോ ഗൾഫ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ഇരട്ട എഞ്ചിനുള്ള ഈ ഹെലികോപ്റ്ററുകൾ 13ഓളം യാത്രക്കാരെയും അവരുടെ ലഗേജുകളും സുരക്ഷിതമായി എത്തിക്കുവാൻ പര്യാപ്തമാണ്. നിങ്ങളുടെ ഹെലികോപ്റ്റർ യാത്രയിലെ സുരക്ഷയെയും ആരോഗ്യത്തെയും മറ്റ് കമ്പനി നടപടിക്രമങ്ങളെയും വിവരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമാകുന്നു. സുരക്ഷയുടെ കാര്യത്തിൽ അത്യാധുനികവും ലോകോത്തരവുമായ നിലവാരം പുലർത്തുന്ന സ്ഥാപനമാണ് DPC. കമ്പനിയുടെ ആപ്തവാക്യം തന്നെ ഇങ്ങനെയാണ്: സുരക്ഷിതമായി നിർവഹിക്കുന്നതിനുള്ള സമയം എടുക്കാൻ കഴിയാത്ത വിധം DPCയിൽ ഒരു ജോലിയും അടിയന്തരമോ സുപ്രധാനമോ അല്ല. നിങ്ങൾക്കാവശ്യമായ ഏതു സംശയ നിവാരണത്തിനും സഹായത്തിനും DPC സൂപ്പർവൈസർ സദാ സന്നദ്ധനാണ്. സുരക്ഷാ സംവിധാനങ്ങളും അവയുടെ പ്രയോഗ രീതിയെയും കുറിച്ചുള്ള സമഗ്ര പരിശീലനം സന്ദർശകർ ഒഴികെ ജീവനക്കാർക്ക് മുൻകൂറായി ലഭിക്കുന്നു. നിങ്ങൾ എയർപോർട്ടിലെത്തി ദുബായ് എയർപോർട്ട് പോലീസ് സെക്യൂരിറ്റി ഗേറ്റിലൂടെ കടന്നതിനു ശേഷം നിങ്ങൾക്ക് പച്ച നിറത്തിലുള്ള പാസ് നൽകുന്നു. ഈ പാസ് തിരികെ ദുബായിലേക്ക് വരുന്നതിന് അത്യാവശ്യമാണ്. അതിനാൽ ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ മറക്കരുത്. നിങ്ങൾ മുഖരോമങ്ങൾ നന്നായി ക്ഷൗരം ചെയ്തിരിക്കണം. അടിയന്തര ഘട്ടങ്ങളിൽ പ്രത്യേകം ഉപയോഗിക്കുന്ന ശ്വസന ഉപകരണങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണിത്. സഹപ്രവർത്തകരെ മാനിക്കുക. സ്നേഹാദരങ്ങൾ മാന്യമായി പുലർത്തുക. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ പാദുകങ്ങളോ തത്തുല്യമായ പാദരക്ഷകളോ നിർബന്ധമാണ്. പാദങ്ങൾ പുറത്തു കാണും വിധമുള്ള പാദരക്ഷകൾ അനുവദനീയമല്ല. എളുപ്പം ഇളക്കാവുന്ന വിധത്തിലുള്ളവയും പാടില്ല. പെട്ടെന്ന് ഊരിപ്പോകാൻ സാധ്യതയുള്ള തൊപ്പികളോ അയഞ്ഞതോ ഇറക്കം കുറഞ്ഞതോ ആയ വസ്ത്രങ്ങളോ അനുവദനീയമല്ല. ഹെലികോപ്റ്ററുകൾക്ക് ശബ്ദം കൂടുതലാണ്. ആയതിനാൽ ഇയർ പ്ലഗുകളും മഫുകളും നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ശ്രവണേന്ദ്രിയങ്ങളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് എന്ന് ഓർക്കുക. ഹെലികോപ്റ്ററിൽ കയറുന്നതിന് മുൻപായി യാത്രക്കാർ തങ്ങളുടെ കൈവശമുള്ള എല്ലാ മരുന്നുകളും പ്രത്യേകം കവറിലാക്കി ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടതാണ്. അവയെല്ലാം പിന്നീട് ഓഫ്ഷോർ മെഡിക്കൽ നിന്നും ശേഖരിക്കാവുന്നതാണ്. മദ്യമോ മറ്റ് ഉത്തേജക വസ്തുക്കളോ യാത്രയ്ക്കൊപ്പം കരുതുവാൻ പാടുള്ളതല്ല. മദ്യപിച്ച് യാത്ര ചെയ്യുന്നതും സ്വീകാര്യമല്ല. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ സ്വാധീനമുള്ള ആരുടെയും യാത്ര തടയുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായിരിക്കും. ആവശ്യമെങ്കിൽ യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ DPCക്ക് അധികാരമുണ്ടായിരിക്കും. അപകടകാരിയായ ഒരു വസ്തുവും ഹെലികോപ്റ്റർ യാത്രയിൽ DPC അനുവദിക്കുന്നതല്ല. ഹെലികോപ്റ്റർ പരിസരത്തും യാത്രാവേളയിലും പുകവലി പാടുള്ളതല്ല. തീ പടർത്താൻ സാധ്യതയുള്ളതിനാൽ സിംഗിൾ ആക്ഷൻ ലൈറ്ററുകളും ഓഫ്ഷോറിൽ നിരോധിച്ചിരിക്കുന്നു. ആയതിനാൽ ഇവ യാത്രയ്ക്ക് മുൻപേ ഹെലിപോർട്ടിൽ പ്രത്യേകം കരുതിയിട്ടുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുക. അനുവാദമില്ലാതെ ക്യാമറകൾ, അതായത് മൊബൈൽ ക്യാമറകൾ അടക്കം ഓഫ്ഷോറിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. ഹെലികോപ്റ്റർ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യാത്രയിൽ പ്രവർത്തിപ്പിക്കുന്നത് അനുവദിക്കുന്നതല്ല. കൂടാതെ ക്യാമറകൾ, മൊബൈൽ ഫോൺ, പേജർ തുടങ്ങിയവ ഹെലിപോർട്ടിൽ പരിശോധനാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യമായി സഞ്ചരിക്കുകയാണെങ്കിൽ ആ വിവരം DPC ഹെലിപോർട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും DPC നൽകുന്ന പ്രത്യേക നിറത്തിലുള്ള ബാൻഡ് കയ്യിൽ ധരിക്കേണ്ടതുമാണ്. കളർ ബാൻഡ് ലഭിക്കാത്തവർ ഉടൻ കരസ്ഥമാക്കുക. ഹെലിപോർട്ട് ഉദ്യോഗസ്ഥൻ താങ്കൾക്ക് പ്രത്യേക സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുകയും താങ്കളുടെ സാന്നിധ്യം പൈലറ്റിനെയും സഹയാത്രികരെയും പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. ഹെലികോപ്റ്റർ സുരക്ഷയെക്കുറിച്ചുള്ള ഈ വീഡിയോ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. സംശയ നിവാരണത്തിനായി സുരക്ഷാ ജീവനക്കാരുമായി ബന്ധപ്പെടുക. ഹെഡ്സെറ്റ് ധരിക്കുന്ന യാത്രികൻ സുരക്ഷാ സംവിധാനത്തിന്റെ പ്രയോഗവും പരിജ്ഞാനവും ഉറപ്പുവരുത്തിയവരായിരിക്കും. താങ്കൾ അത്തരം ഉത്തരവാദിത്വങ്ങളിൽ ഏർപ്പെടുന്ന പക്ഷം വ്യക്തവും കൃത്യവുമായ പരിശീലനം നേടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാകുന്നു. യാത്രയ്ക്കാവശ്യമായ ബോർഡിംഗ് പാസ് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഈ വീഡിയോ മുഴുവനും ശ്രദ്ധാപൂർവം വീക്ഷിച്ച ശേഷം യാത്രക്കാർ പാസഞ്ചർ ലോഞ്ചിൽ യാത്രയ്ക്കായി കാത്തിരിക്കുക.